ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് മെമ്മറി ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കാം. പിന്നെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കാം. ബേസിക്കലി ഒരു സപ്പോർട്ടീവ് കെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൾഷിമേഴ്സ് തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് കെയറും കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻസും കൊടുക്കുക. അതിന്റെ രോഗം മൂർജിക്കുന്നതനുസരിച്ച് അതിനുള്ള ബാക്കിയുള്ള കെയറുകൾ നമുക്ക് കൊടുക്കേണ്ടി വരും. കുറെ ലേറ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പേഷ്യന്റ് വളരെ ബാക്കിയുള്ളതിലൊക്കെ ഒരുപാട് ഡിപ്പെൻഡന്റ് ആവും. പല സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ വരാം. അപ്പം ബേസിക്കലി അങ്ങനത്തെ ഒരു വളരെ ഒരു കോൺസ്റ്റന്റ് കെയർ ആവശ്യമുള്ള ഒരു പേഷ്യന്റ് ആണ് ഈ അൾഷിമേഴ്സ് ഡിസീസ് രോഗികൾ. നമ്മുടെ സമൂഹത്ത് അൾഷിമേഴ്സിനെ രോഗികളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക സൊസൈറ്റികളും അതിനൊരു ഓർഗനൈസേഷൻസും ശരിക്കും വരേണ്ടതാണ്. ഇപ്പൊ എത്ര രോഗികളാണെങ്കിൽ അവർക്ക് എക്സ്പേർട്സിന്റെ കീഴിൽ വേണം ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓർഗനൈസേഷൻസ് ഒക്കെ വരേണ്ടതാണ്. ആ രോഗി അൾഷിമേഴ്സ് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള എല്ലാ സ്പെഷ്യലൈസ്ഡ് കെയറും അവരുടെ മരണം വരെയും കൊടുക്കാനായിട്ടുള്ള ഒരു രീതിയും നമ്മൾ ഡെവലപ്പ് ചെയ്യണം.